എല്ലാവർക്കും ഡ്രാമ റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. ഈ പാനിക് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു ഡിസീസും നമ്മളെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ബാധിക്കുന്ന ഒരു അസുഖമാണ്. അത് നമുക്ക് ഫിസിക്കലി ഉള്ളൊരു അസുഖം അല്ലെങ്കിൽ പോലും അത് നമ്മളെ ഫിസിക്കലി നന്നായിട്ട് ബാധിക്കും. ഒരു അസുഖം നമ്മൾ വരുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മൾ മരിക്കാൻ പോകുന്നതെന്നൊരു ഫീലിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ചെസ്റ്റ് പെയിനൊക്കെ സിവിയർ ആയിരിക്കും. അത് ചെസ്റ്റ് പെയിൻ ആണോ പാനിക് അറ്റാക്ക് ആണോ നമുക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. നമുക്ക് ശ്വാസം എടുക്കാൻ കഴിയില്ല, ശരീരം മുഴുവനും ആകെ വേർത്തൊലിച്ചിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എല്ലാത്തിനോടും ഒരു പേടിയായിരിക്കും. നമ്മൾ ഓവറായിട്ട് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടും. അത് നമ്മളെ പാനിക് അറ്റാക്ക് കൂടുതൽ വഷളാവാനായിട്ട് ഇടയാവും. അവളുടെ മുമ്പിൽ അവൻ മാക്സിമം അവൻ്റെ പാനിക് അറ്റാക്ക് പുറത്ത് കാണിക്കാതെ അവൻ പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നു. അവൾ പോയതിന് ശേഷം അവൻ പാനിക് അറ്റാക്ക് കാരണം ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ടാബ്ലറ്റ് കഴിച്ചാണ് അവൻ്റെ അസുഖത്തെ അവൻ കൺട്രോൾ ചെയ്തത്. എന്നാലും അവൻ മെൻ്റലി നല്ല വീക്കായിരുന്നു. നമ്മൾ അകത്ത് വന്ന് നോക്കുമ്പോൾ ഇവൻ ഒട്ടും വയ്യാതിരിക്കുന്നത് കാണുന്നുണ്ട്. അവൾ ചോദിക്കുമ്പോഴൊന്നും അവൻ കാരണങ്ങളൊന്നും പറയുന്നില്ല, ഓരോന്ന് പറഞ്ഞ് ഒഴിയുന്നുണ്ടായിരുന്നു. അവൻ്റെ അവസ്ഥ മറ്റാരെയും അറിയിക്കാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ സ്വയം തന്നെ എല്ലാം നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.